ഗൈസ് വെൽക്കം ടു ആമിയ അൺഫിൽറ്റേർഡ്. സോ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. കാരണം എനിക്ക് ബേസിക്കലി വീഡിയോ എടുക്കുന്ന സമയം നല്ല ചിരിച്ച് കളിച്ചൊക്കെ വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ച് കളിക്കാൻ പറ്റില്ല. ആ ടോപ്പിക്കിൻ്റെ സീരിയസ്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കണം. പക്ഷേ ഇതൊരു ടോപ്പിക്കും അല്ല. ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നെക്കുറിച്ചും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചുമാണ്. സോ അതിനെനിക്ക് ചിരിച്ചാലും കുഴപ്പമില്ല. ഞാൻ അഥവാ ചിരിക്കുമ്പോൾ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ തന്നെയാണ്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് എല്ലാവരുടെയും ലൈഫൊക്കെ? വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഈസ്റ്റർ ആണല്ലോ അല്ലേ? ഈസ്റ്ററൊക്കെ അടിച്ച് പൊളിക്കും. ഡിസ്ക്ലെയിമറായി ഞാൻ ഒരു കാര്യം പറയാം. ചിലപ്പോൾ എൻ്റെ ഡ്രസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ദ റീസൺ ഈസ് ഞാൻ ഡെയിലി വീഡിയോ എടുക്കുന്ന ആളൊന്നുമില്ല. എടുക്കുമ്പം 1-2 വീഡിയോ എടുത്ത് വെക്കും. ഞാനിങ്ങനെ ഡ്രസ്സ് മാറ്റാനോ മാറ്റി ഇടാനോ അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് മറ്റേൽ വരരുത് ഇങ്ങനത്തെ ശ്രദ്ധയൊന്നും കൊടുക്കുന്ന ഒരാളല്ല. പിന്നെ പൊതുവേ ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. നമുക്കിപ്പോൾ ഒരു 10-15 ഡ്രസ്സ് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 3-4 ഡ്രസ്സ് ഉണ്ടാവും. അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നത്. സോ എൻ്റെ ഉള്ള ഡ്രസ്സിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷോർട്ട് കുർത്തിയാണത്. സോ വലിച്ചു വാരി പോയി. അതിന് മുമ്പ് നമുക്ക് ലെറ്റ്സ് കം ടു ദ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സാമഗ്രികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സംഭവം ഇതാണ്. ഇത് ഏതെങ്കിലുമൊക്കെ ഒരാൾ ലൈഫിൽ വൺസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇൻസ്റ്റഗ്രാം ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അന്ന് ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എടുത്ത് തന്നാൽ അപ്ലോഡ് ചെയ്യും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഡിഗ്രി ടു PG ഫേസിലാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് പബ്ലിക് ആക്കുന്നതും ഫോട്ടോസ് കുറേ അധികം ഇടാൻ നോക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസായിരുന്നു. ഇപ്പോഴും എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ക്രേസാണ്. ഞാൻ ഫോട്ടോ എടുക്കലുണ്ട്. വീഡിയോ ആരെങ്കിലും എടുത്ത് തരലുണ്ടെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സമയം തൊട്ടേ എനിക്ക് നടക്കുന്നൊരു പ്രതിഭാസമാണിത്. എൻ്റെ ഫോട്ടോ എടുക്കുക, വേറൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെ തന്നെ ഫോളോ ചെയ്ത് എന്നെ അറിയിക്കുക, ഞാൻ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഇടുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് കാലങ്ങളിൽ ഈ പ്രതിഭാസം ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. കുറച്ച് കാലം ഈ പ്രതിഭാസം ഭയങ്കര കൂടുതലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും വരുന്നുണ്ട്. ഒന്ന് റിൻഷ വന്നു, ഒന്നെന്താ മോഹനകുമാരി വന്നു, ഒന്നൊരു ആര്യാനന്ദൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആദ്യം ഇങ്ങനെ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് റിക്വസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, എൻ്റെ ഫോട്ടോ എടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തല്ലോ, അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്ന് ഭയങ്കര ഒരു ടെൻഷനും ആദ്യമൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ടൈമിൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ച് എൻ്റെ മൈൻഡിനോട് പറഞ്ഞു, ഞാൻ പബ്ലിക് പ്രൊഫൈൽ ഇട്ടത് കൊണ്ടാണ് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അത് എൻ്റെ പ്രൊഫൈലല്ല, എൻ്റെ പേരല്ല, എൻ്റെ ഐഡൻറ്റിറ്റി അല്ല, ഞാൻ എൻ്റെ ഫോണിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനവുമല്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് പേടിക്കുന്നത് എന്നൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം അതിന് ശേഷം ആണ് ഞാനത് വിട്ടത്. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ ഈ ആര്യാനന്ദൻ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ഈ അക്കൗണ്ടിൽ എൻ്റെ പോസ്റ്റുകളും എൻ്റെ ഫീഡുകളും ഒക്കെ ഒരുപാടുണ്ട്. ഞാനിവിടെ കൽപ്പറ്റ സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ എൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിന് ശേഷം ഇപ്പം അത്യാവശ്യം കുറേ ദിവസമായി, ഒരു മാസത്തിലധികമായിട്ടും എനിക്കതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടായില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യലുണ്ട്, ഞാൻ ചോദിക്കലുണ്ട്. അപ്പോൾ എന്നോട് പറയും ഇപ്പോൾ വരും പ്രൊഫൈൽ, അല്ലെ കുറച്ച് ടൈമിനുള്ളിൽ ഞങ്ങൾ റെഡിയാക്കി തരാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മൈൻഡിന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കീഴിൽ വേറെ എൻ്റെ ID വെച്ച് ഒരാൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പം ഞാൻ ആദ്യമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വേറൊരാൾ ഇതിൽ ചതിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ, ഞാനാണ് എന്ന് കരുതി ചാറ്റ് ചെയ്യും, ഞാനാണെന്ന് കരുതി ചിലപ്പം റിലേഷൻഷിപ്പിലാവാം. ഫോട്ടോസ് കണ്ട ആർക്കെങ്കിലുമൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചാറ്റ് ചെയ്ത് പ്രണയത്തിലാവാം. ചിലപ്പോൾ അയാളുടെ പൈസ വലിക്കുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ വീട് പോവുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കേസ് സൈബർ സെല്ലിൽ കൊടുക്കുന്നത്.
പക്ഷേ അതിന് ഒരു ചേഞ്ചും വരാത്തത് കണ്ട്, അല്ലെ അതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടും വരാത്തത് കണ്ട് പിന്നെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷനിലോട്ട് ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പോയിട്ട് കാര്യമല്ല. കാരണം എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനൊരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സോഷ്യൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കോ ഇതിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വാട്ട് ക്യാൻ ഐ ഡു? കാരണം സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനാവും. ഞാൻ എൻ്റെ അക്കൗണ്ട് പിടിച്ച് പ്രൈവറ്റ് ആക്കിയിടും, ഞാൻ എൻ്റെ ഫോളോവേഴ്സിനെ കുറേ ഇരുന്ന് അൺഫോളോ ചെയ്യും. ഭയങ്കര ആദ്യമായിരുന്നു. സെക്കൻഡ് തിങ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്കൊരു മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഒരു ഇനീഷ്യൽ ഫേസിലൊക്കെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ വെച്ച് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. മേ ബി ദർ ഇസ് എ ചാൻസ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ടു കമ്മിറ്റ് സൂയിസൈഡ്. അതിന് വരെ ചാൻസ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ആ പെർട്ടിക്കുലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുടെ ഭീഷണിയിൽ വീഴാൻ അല്ലെങ്കിൽ വഴക്കിൽ വീഴാൻ ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനത്തെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൈബർ സെല്ലുകാർ നമ്മളുടെ എല്ലാ കാര്യത്തിനും പെട്ടെന്നൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കില്ല. അവർ തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ആ വിഷയം പെട്ടെന്ന് തന്നെ സോൾവ് ആവുമെന്ന് എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇപ്പം ഈ പ്രൊഫൈലിലുള്ള ആൾക്കാർ എൻ്റെ പേര് വെച്ച് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനല്ല ചാറ്റ് ചെയ്തത്, ഞാനല്ല ചെയ്തത്, ഞാനല്ല ഇതൊക്കെ ചെയ്തത്. സോ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിൽക്കാൻ ശ്രമിക്കാം. ആൻഡ് സെക്കൻഡ് തിങ്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ മറ്റൊരാളുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? ചിലപ്പം നിങ്ങളുടേതായ രീതിയിലുള്ളൊരു തട്ടിപ്പിനോ ചാറ്റിനോ വേണ്ടി. ഈ ചാറ്റിൽ കൂടിയൊക്കെ സുഖം കിട്ടുമോ എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും ഒരു പുരുഷനായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. മറ്റ് ഒരു 10-20 ഫോളോവേഴ്സിനെ ഉണ്ടാക്കി അവരുമായിട്ട് ഹായ് ഹലോ ഹൗ ആർ യു, സുഖമാണോ, എന്നെ അറിയുമോ എന്ന് ചോദിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിരിക്കും. സ്വന്തം പ്രൊഫൈൽ ഇടൂ, സ്വന്തം മുഖം ഇടൂ, സ്വന്തം ഫോട്ടോ ഇടൂ, എന്നിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യൂ. എന്തിനാണ് കണ്ടവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ ഷെയർ ചെയ്യുന്നത്? ദർ ഇസ് നോ യൂസ് ഇൻ ദാറ്റ്. പൊതുവേ മെസ്സേജ് അയക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈവൻ പണ്ട് അയക്കുമെങ്കിലും ഇപ്പം എൻ്റെ മെസ്സേജ് ലിസ്റ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സിനറിയാം ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കൽ വളരെ കുറവാണ്. ലൈക്ക് അടിച്ച് ഒഴിവാക്കലാണ്. കാരണം എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാൻ താല്പര്യമില്ല. പൊതുവെ ഞാൻ ഫോണ് കിട്ടിയാൽ ഒന്നെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട 3-4 ആളോട് സംസാരിക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കാണുക. അങ്ങനെ എനിക്ക് വളരെ കുറവ് സമയം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണിത്. കാരണം വർക്ക് അല്ലെ വീഡിയോ അല്ലെ എഡിറ്റിംഗ് ഇത് കഴിഞ്ഞ് ഒരു മനുഷ്യൻ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഇതിൻ്റെ ഇടയിൽ എപ്പോൾ യൂസ് ചെയ്യാൻ വളരെ കുറവ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കുറവ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ഡെയിലി എനിക്ക് എല്ലാവരും മെസ്സേജ് അയക്കണമെന്ന്, അല്ലെ ഡെയിലി എൻ്റെ സ്റ്റോറി കാണുമ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യണം എന്നൊന്നും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതല്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അറിയാം, ഞാൻ മാസത്തിൽ ഒരു തവണ മെസ്സേജ് അയച്ചു ഇല്ല. അതെനിക്ക് ആ ഇന്നർ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല. എനിക്കിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്നില്ല. ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് ഞാൻ ഇങ്ങനെയാണ്. എനിക്കങ്ങനെ വെറുതെ ചാറ്റ് ചെയ്യാനോ ഇങ്ങനെ ആക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. അപ്പം എൻ്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്താ പറയേണ്ടത്? ആൻഡ് ടു ദ സൈബർ സെൽ ടീം, നിങ്ങളിതൊരു ചെറിയ കാര്യമാക്കി എടുക്കരുത്, ഒരു വലിയ കാര്യമായി തന്നെ എടുക്കണം. നിങ്ങൾക്ക് ഡെയിലി 100 കേസ് വരുന്നുണ്ടാവും. പക്ഷേ 100 കേസിൽ ഓരോ കേസും തരുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടായിരിക്കും അയാൾ ആ കേസ് തരിക. സീരിയസ് ആക്കി എടുക്കാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക, അതിന് വർക്ക് ചെയ്യുക, എഫോർട്ട് ചെയ്യുക. കാരണം നമുക്ക് നമ്മളെ ഒരു കേസ് വരുമ്പോഴായിരിക്കും നമ്മൾ അത്രത്തോളം സീരിയസ് ആയി കാണാൻ ശ്രമിക്കുക. എത്രയോ റീസെൻ്റായിട്ട് സൈബർ സെല്ലിൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസസിൻ്റെ ബുദ്ധിമുട്ട് കാരണം എത്രയോ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതും ഇതാക്കുന്നതും ഒക്കെ വന്നിട്ടുണ്ട്. സോ നെവർ ഗോയിങ് ടു ദാറ്റ്. ബേസിക്കലി മെസ്സേജ് റിക്വസ്റ്റ് സൈഡ് നോക്കാത്ത ഒരാളാണ് ഞാൻ.
എനിക്ക് എന്തൊക്കെ മെസ്സേജ് നിങ്ങൾ റിക്വസ്റ്റിൽ അയച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാണൂല, ഞാൻ നോക്കൂല. ഈവൻ സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഫേസ്ബുക്കിൽ എൻ്റെ പേരിലൊരു ഫേക്ക് ഐ.ഡി തുടങ്ങിയിട്ട് അത് എന്നെയല്ല അറിയിച്ചത്, എൻ്റെ ആങ്ങളേനെയാണ് അറിയിച്ചത്. മീൻസ് എൻ്റെ ബ്രദർ ഏട്ടൻ അമൽദാസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ പെർട്ടിക്കുലർ വ്യക്തി എന്ന് വെച്ചാൽ എൻ്റെ ഈ ഫേസ്ബുക്കിലെ ഐ.ഡിന്ന് ഏതോ ഒരു ചേട്ടൻ ചാറ്റ് ചെയ്തിട്ട് ആ ചേട്ടൻ്റെ പൈസ മുഴുവൻ ഈ പെർട്ടിക്കുലർ ആൾ വലിച്ചെടുത്തു. ഇത് സ്പാം അക്കൗണ്ടാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ റിപ്ലൈ കൊടുത്തില്ല, ഞാൻ നോക്കലില്ല മെസ്സേജ് റിക്വസ്റ്റ്, ഞാനത് ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഏട്ടനെ തിരഞ്ഞുപിടിച്ച് എൻ്റെ ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ എന്നോട് പറയുമ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് നോക്കാത്ത ഒരാളാണ്. എനിക്ക് എന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ ശരികൾ എന്താണ്, എൻ്റെ തെറ്റുകൾ എന്താണ്, ഞാൻ എന്തൊക്കെ തെറ്റ് ഇത്രയും കാലം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കംപ്ലീറ്റ് അറിയുന്ന ഒരാളാണ് എൻ്റെ വീട്ടുകാർ. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് വീട്ടുകാർ. ഇനി അറിയാത്തതായ കാര്യങ്ങൾ ഓരോ കുട്ടികളുടെ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചെയ്യാത്തതായ കാര്യങ്ങൾ എൻ്റെ തലയിലിടാനോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനോ നിന്നിട്ടുണ്ടെങ്കിൽ ഐ കാൻ ഡു എനിത്തിങ്. സോ സീരിയസ്ലി ഇത് വലിയൊരു വിഷയമാണ്. സോ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല അനുഭവമോ എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കമൻറ്റ് താഴെ. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രൊഫൈലോ കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ഞാനത് ഷെയർ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ 2 മന്തായിട്ട് 3 or 4 എൻ്റെ പേരിലുള്ള ഫേക്ക് പ്രൊഫൈലാണ് വരുന്നത്. ആൻഡ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ മീ. ഞാൻ ഒരു മേ ബി ഫെയിമിൽ നിൽക്കാത്ത ആളെ ആയിരിക്കും ഇവരെ നോക്കി ഫോക്കസ് ചെയ്യുക. കാരണം ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്താൽ മനസ്സിലാവുള്ളൂ. ഒരു നാൾ ഞാനും ഫെയിം ആവും, അന്ന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.